Hello dear students, welcome back to ISKSA English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്നുള്ള BS ഫസ്റ്റ് സെമ്മിൻ്റെ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നോവൽ അല്ലേ? ഏതായിരുന്നു ആ നോവല്? മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ്. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു നമ്മൾ മൊത്തം 4 കാര്യങ്ങളാണ് നോക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നത്. അതായത് ഒരു അനാലിസിസ്, ക്രിട്ടിക്കൽ അനാലിസിസ്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നോവലിൻ്റെ സ്ട്രക്ചർ, പിന്നെ അതുപോലെ തന്നെ ആ നോവലിൻ്റെ ജോണർ, അത് ഏത് സ്റ്റൈലിൽ വരുന്നതാണ്, അതുപോലെ തന്നെ ആ നോവല് പിന്നെ ഗോത്തിക് നോവൽ എന്നുള്ള നിലയ്ക്ക് ഡിസ്കസ്. ഈ 4 കാര്യങ്ങളിൽ അന്ന് നമുക്ക് അനാലിസിസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഓക്കെ, വളരെ പ്രധാനപ്പെട്ട 3 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? വീഡിയോ കാണുക. ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോത്തിക് നോവൽ എന്ന നിലയ്ക്കുള്ള ഒരു ഡിസ്കഷനാണ്. അപ്പോൾ ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കൺസിഡർ ഫ്രാങ്കൻസ്റ്റൈൻ എ ഗോത്തിക് ഹൊറർ നോവൽ. ഒരു ഗോത്തിക് ഹൊറർ നോവൽ എന്ന നിലയ്ക്ക് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാം, കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്, പരിഗണിക്കാം. മേരി ഷെല്ലീസ് ഫ്രാങ്കൻസ്റ്റൈൻ ഓർ ദ മോഡേൺ പ്രൊമീത്തിയസ് ഈസ് വൺ ഓഫ് ദി ഏർലി നോവൽസ് റിട്ടൺ ഇൻ ദി ഗോത്തിക് ജോണർ. മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ അല്ലെങ്കിൽ ദ മോഡേൺ പ്രൊമീത്തിയസ് എന്നുള്ളത് ഈസ് വൺ ഓഫ് ദി ഏർലി നോവൽസ് റിട്ടൺ ഇൻ ഗോത്തിക് ജോണർ. ഗോത്തിക് ജോണറിൽ എഴുതിയിട്ടുള്ള ആദ്യകാല നോവലുകളിൽ ഒന്നാണ് ഈ നോവൽ. അപ്പോൾ ഗോത്തിക് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ നോവൽ പെടുന്നത്. അപ്പോൾ ഗോത്തിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, അതുപോലെ തന്നെ ഭീകരമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ, ഇപ്പോൾ കൊലപാതകം, അതുപോലെ തന്നെ പ്രേതം, പിശാച്, ഇതുപോലത്തെ എലമെന്റ്സിൻ്റെ പ്രസൻസ്, സാന്നിധ്യമുള്ള നോവലിനാണ് നമ്മൾ ഗോത്തിക് നോവൽ എന്ന് പറയാം. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു നോവലാണിത്. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഗോത്തിക് ഫീച്ചേഴ്സ് ഇൻ ദ നോവൽ ആർ. ഈ നോവലിൽ കാണുന്ന ചില പ്രധാനപ്പെട്ട ഗോത്തിക് ഫീച്ചേഴ്സ്, ഒരു ഗോത്തിക് എന്ന് പറയാവുന്ന എന്തെല്ലാം സവിശേഷതകളാണ് നമ്മൾ ഇതിൽ കാണുന്നത്? ഇറ്റ്സ് മിസ്റ്ററി. ഒന്നാമത്തേത് ഈ നോവലിൻ്റെ മിസ്റ്ററിയാണ്, അതായത് നിഗൂഢത. മറ്റൊന്ന് അൺടോൾഡ് സീക്രസി, അതായത് തുറന്നു കാണിക്കാത്ത ഇതിലെ രഹസ്യം. ഹൊറർ ആൻഡ് സൈക്കോളജിക്കൽ ഇമ്പാക്ട്സ് ഓൺ ക്യാരക്ടേഴ്സ്. അതുപോലെ തന്നെ ഈ നോവലിനകത്ത് വരുന്ന ഹൊറർ, ഭീതി, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഇമ്പാക്ട്സ്, ക്യാരക്ടേഴ്സിൽ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, ആഘാതം. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ്, ഒരു ഗോത്തിക് നോവൽ എന്ന നിലയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സ് നമ്മളിവിടെ കാണുന്നു. Unlike the ghosts and vampires in Gothic literatures, the novel depicts the grotesque features of the monster, its gigantic size, events taking place in dark and night atmosphere. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, unlike the ghosts and vampires in Gothic literatures, ഗോത്തിക് ലിറ്ററേച്ചറിൽ കാണുന്ന വാമ്പയേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ഗോസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട്, വാമ്പയേഴ്സ് എന്ന് പറഞ്ഞാൽ യക്ഷികൾ, സാധാരണ ഇത്തരം നോവലിൽ കാണുന്ന യക്ഷികൾ, അതുപോലെ തന്നെ പ്രേത പിശാചുക്കൾ, അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ദ നോവൽ ഡെപിക്ട്സ് ദ ഗ്രോട്ടസ്ക് ഫീച്ചർ ഓഫ് ദ മോൺസ്റ്റർ. ഇവിടെ പറയപ്പെടുന്ന മോൺസ്റ്റർ അറിയാലോ അല്ലെ? ആ സയന്റിസ്റ്റ് പിന്നെ ബോഡി പാർട്സിന് ജീവൻ നൽകിയിട്ടുണ്ടാക്കിയ മോൺസ്റ്റർ, ആ മോൺസ്റ്ററിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള സവിശേഷതകളെ ഈ നോവൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഏതൊക്കെ ഫീച്ചേഴ്സ്? ഇറ്റ്സ് ജൈജാന്റിക് സൈസ്, അതിൻ്റെ ആ ഒരു സൈസ്, ഭീകരമായിട്ടുള്ള സൈസ്, അതുപോലെ തന്നെ ഇവന്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഡാർക്ക് ആൻഡ് നൈറ്റ് അറ്റ്മോസ്ഫിയർ,
അതായത് ഇരുണ്ട രാത്രിയിൽ നടക്കുന്ന, ഇരുണ്ടതും രാത്രിയുമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അത്തരമൊരു അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന കാര്യങ്ങൾ. സെറ്റിംഗ്സ് ഓഫ് ദ നോവൽ ലൈക്ക് ഓൾഡ് ആൻഡ് ഐസൊലേറ്റഡ് ഏരിയാസ്. അതുപോലെ തന്നെ ഈ നോവലിന്റെ പശ്ചാത്തലമായി വരുന്ന ഒറ്റപ്പെട്ടതും ഏകാന്തവുമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ്, ഇതെല്ലാം ഈ നോവലിന് ശരിക്കും ഒരു ഗോത്തിക് ടച്ച് നൽകുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അൺലൈക്ക് ദ ഗോഡ്സ് ആൻഡ് വാമ്പയേഴ്സ് ഇൻ ഗോത്തിക് ലിറ്ററേച്ചർ, ദ നോവൽ depicts the grotesque features of the monster, its gigantic size, events taking place in dark and night atmosphere, settings of the novel like old and isolated areas. അപ്പൊ ഇവിടെ ഒരു പഴയ ബിൽഡിങ് അല്ലെ, ആ ബിൽഡിങ്ങിൽ വന്നിട്ട് പഴയ കോട്ടയിൽ വന്നിട്ട് ഇയാൾ ഒളിച്ചിരിക്കുന്നുണ്ട് മോൺസ്റ്റർ അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഓൾഡ് ആൻഡ് ഐസൊലേറ്റഡ് ഏരിയ, ആളുകളില്ലാത്ത ഒറ്റപ്പെട്ട വിജനമായിട്ടുള്ള ഏരിയകൾ, അതൊക്കെയാണ് ഇതിന്റെ സെറ്റിങ്സ് ആയിട്ട് വരുന്നത്, ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വിക്ടർ ആൻഡ് ദ മോൺസ്റ്റർ. ഈ മോൺസ്റ്ററും വിക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആരാ വിക്ടർ? വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. അദ്ദേഹമാണ് സയന്റിസ്റ്റ്, അദ്ദേഹമാണ് ഈ മോൺസ്റ്ററിന് ജീവൻ നൽകുന്നത്. അപ്പൊ അദ്ദേഹവും ഈ മോൺസ്റ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വിച്ച് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ഹേറ്റ്രഡ്. പ്രധാനമായിട്ടും ആ റിലേഷൻഷിപ്പിന്റെ ബേസ് എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് ഹേറ്റ്രഡ്, വെറുപ്പാണ്, വിദ്വേഷമാണ്. റിവെഞ്ച് ആൻഡ് റിമോസ്, മാത്രമല്ല പ്രതികാരവുമാണ്, ദേഷ്യവുമാണ്, പകയുമാണ്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ്സ് എ സ്റ്റാർക്ക് ഗോത്തിക് അറ്റ്മോസ്ഫിയർ ഫോർ ദ നോവൽ. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് ഈ നോവലിന് വളരെ സ്റ്റാർക്ക്, വളരെ രൂക്ഷമായിട്ടുള്ള, സ്റ്റാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഗോത്തിക് അറ്റ്മോസ്ഫിയർ, മീൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ഒരു ഗോത്തിക് അറ്റ്മോസ്ഫിയർ ഈ നോവലിന് നൽകുന്നു. നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദി നോവൽ. ഈ നോവലിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതുക എന്നുള്ളതാണ്. എന്താണ് ഈ നോവലിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകത നോക്കിക്കോളൂ. മേരി ഷെല്ലീസ് ഫ്രാങ്കൻസ്റ്റൈൻസ്. മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന നോവൽ അഡോപ്റ്റ്സ് ആൻ എപ്പിസ്റ്റോളറി ഫോം ടു നറേറ്റ് ദ സ്റ്റോറി ഓഫ് ദി നോവൽ. ഈ നോവലിലെ സ്റ്റോറിയെ നറേറ്റ് ചെയ്യുന്നത് ഒരു എപ്പിസ്റ്റോളറി ഫോമിലാണ്. എന്താ എപ്പിസ്റ്റോളറി ഫോം എന്ന് പറഞ്ഞാൽ? എപ്പിസ്റ്റോളറി ഫോം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ലിറ്റററി വർക്ക് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ലെറ്റർ ഓർ അതർ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു ലെറ്ററിന്റെ രൂപത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സാഹിത്യ സൃഷ്ടി, അതിനെയാണ് നമ്മൾ എപ്പിസ്റ്റോളറി എന്ന് പറയുന്നത്. അപ്പൊ എപ്പിസ്റ്റോളറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പിസ്റ്റോളറി നോവൽ ഈസ് എ ലിറ്റററി വർക്ക് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്, റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. അപ്പൊ ലെറ്ററിന്റെ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു ലിറ്റററി വർക്ക്. അപ്പൊ ഇവിടെ ഈ നോവലിലെ കഥ എപ്പിസ്റ്റോളറി രൂപത്തിലാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേരി ഷെല്ലി ജക്സ്റ്റാപോസസ് നരേഷൻസ് ഓഫ് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. അതായത് ഈ നോവലിൽ വ്യത്യസ്തമായിട്ടുള്ള 3 ക്യാരക്ടേഴ്സിന്റെ വിവരണങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കഥ പോകുന്നത് 3 ക്യാരക്ടേഴ്സിന്റെ വിവരണത്തിലൂടെയാണ്. അതിൽ ഒന്നാമത്തെ ആള് പ്രധാനി റോബർട്ട് വാൾട്ടൺ, രണ്ടാമത്തെ ആള് നമ്മുടെ വിക്ടർ, അടുത്ത ആള് മോൺസ്റ്റർ. ഇങ്ങനെ 3 ആളുടെ നരേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഷെല്ലി കഥ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേരി ഷെല്ലി ജക്സ്റ്റാപോസസ് നരേഷൻസ് ഓഫ് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. വ്യത്യസ്തമായിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് അവരുടെ നരേഷൻസിനെ അടുക്കി അടുത്തടുത്ത് വെച്ചിരിക്കുന്നു. In the beginning and end of the novel, the plot is unfolded through the letters of Robert Walton to his sister. അതായത് ഈ നോവലിന്റെ തുടക്കവും അവസാനവും, നോവൽ തുടങ്ങുന്നത്
റോബർട്ട് വാൾട്ടൺ തൻ്റെ സിസ്റ്ററിന് എഴുതുന്ന കത്തുകളിലൂടെയാണ് നോവൽ തുടങ്ങുന്നത്. അതുപോലെ തന്നെ നോവൽ അവസാനിക്കുന്നതും വാൾട്ടൻ്റെ കത്തുകളിലാണ്. അപ്പം നോവലിൻ്റെ തുടക്കവും നോവലിൻ്റെ ഒടുക്കവും അവസാനവും വരുന്നത് അൺഫോൾഡഡ് ത്രൂ ദ ലെറ്റേഴ്സ് ഓഫ് റോബർട്ട് വാൾട്ടൺ ടു ഹിസ് സിസ്റ്റർ. ദെൻ ദ സ്റ്റോറി ഈസ് നറേറ്റഡ് ബൈ, പിന്നെ അതിനുശേഷം സ്റ്റോറി ഈസ് നറേറ്റഡ് ബൈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. പിന്നെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ആണ് ഈ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. ഇൻ ദ മിഡിൽ ഓഫ് ദ നോവൽ സം സെക്ഷൻസ് ആർ നറേറ്റഡ് ബൈ ദ മോൺസ്റ്റർ. എന്നാൽ ഈ നോവലിന്റെ മധ്യഭാഗത്ത് നടുവിൽ വരുന്ന ഏതാനും സെക്ഷൻസ് നറേറ്റ് ചെയ്യുന്നത് മോൺസ്റ്റർ ആണ്. ദ സ്റ്റോറി ലൈൻ ഓഫ് ദ നോവൽ ഈസ് ഔട്ട്ലൈൻഡ് ആസ് എ സ്റ്റോറി വിത്തിൻ ദ സ്റ്റോറി ഫോർമാറ്റ് ആസ് ഷെല്ലി ബിഗിൻസ് വിത്ത് ദി സ്റ്റോറി ഓഫ് റോബർട്ട് വാൾട്ടൺ ആൻഡ് ഹിസ് ലെറ്റേഴ്സ്. അതായത് ഇവിടുത്തെ സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ കഥ എന്ന് പറയുന്നത് ദ സ്റ്റോറി ലൈൻ ഓഫ് ദ നോവൽ ഈസ് ഔട്ട്ലൈൻഡ് ആസ് എ സ്റ്റോറി വിത്തിൻ സ്റ്റോറി. അതായത് ഒരു കഥയ്ക്കുള്ളിൽ വരുന്ന കഥയാണ്. ആ രീതിയിലാണ് ഇവിടെ ഷെല്ലി തന്റെ കഥ തുടങ്ങുന്നത്. അതായത് ഷെല്ലി തുടങ്ങുന്ന കഥ റോബർട്ട് വാൾട്ടൺ പറയുന്ന കഥയാണ്. റോബർട്ട് വാൾട്ടന്റെ എക്സ്പെഡിഷൻസ് അല്ലെങ്കിൽ അയാളുടെ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും അത് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ കഥയ്ക്കുള്ളിൽ വരുന്നതാണ്. ഷെല്ലി ബിഗിൻസ് വിത്ത് ദ സ്റ്റോറി ഓഫ് റോബർട്ട് വാൾട്ടൺ. അപ്പോൾ ആക്ച്വലി റോബർട്ട് വാൾട്ടന്റെ കഥയാണ് സ്റ്റോറി ഓഫ് റോബർട്ട് വാൾട്ടൺ ആൻഡ് ഹിസ് ലെറ്റേഴ്സ്. എന്നാൽ വിത്തിൻ ദിസ് നറേറ്റീവ് ഓർ ലെറ്റേഴ്സ് ദർ ഹാപ്പൻസ് അനദർ സ്റ്റോറി. ഇതിനുള്ളിൽ വരുന്ന, അതായത് റോബർട്ട് വാൾട്ടന്റെ ഉള്ളിൽ വരുന്ന കഥാപാത്രമാണ് ആര്? നമ്മളുടെ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. അതാണ് പറയുന്നത് അയാളുടെ കഥയിൽ അല്ലെങ്കിൽ അയാളുടെ ലെറ്റേഴ്സിൽ വിത്തിൻ ദിസ് നറേറ്റീവ് ഓർ ലെറ്റേഴ്സ് ദർ ഹാപ്പൻസ് അനദർ സ്റ്റോറി വിച്ച് ഈസ് റെക്കൗണ്ടഡ് ബൈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. അപ്പൊ അതിൽ വരുന്ന, അതായത് ഇതിലെ മെയിൻ ആയിട്ടുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബർട്ട് വാൾട്ടൺ ആണ്. റോബർട്ട് വാൾട്ടന്റെ കഥയാണ് ആര് പറയുന്നത്? മേരി ഷെല്ലി പറയുന്നത്. അതായത് ആ ഒരു കഥ എന്ന് പറയുന്നത് ലെറ്ററിന്റെ രൂപത്തിൽ അയാളുടെ സിസ്റ്ററിന് അയക്കുന്ന കത്തുകളാണ്. ആ കത്തുകളിലൂടെ അയാൾ പറയുന്ന ഒരു കഥയാണ്. അതിൽ വരുന്ന കഥയ്ക്കുള്ളിൽ വരുന്ന കഥയാണ് ആരുടെ കഥ? വിക്ടർ ഫ്രാങ്കൻസ്റ്റൈന്റെ കഥ. അതിൽ വരുന്ന ആളാണ് ആര്? മോൺസ്റ്റർ. വിത്തിൻ ദ സ്റ്റോറി ഓഫ് വിക്ടർ there occurs chapters which are narrated by the monster. ആ വിക്ടറിന്റെ കഥയിൽ ചില ഭാഗങ്ങൾ വരുന്നുണ്ട്. ആ ഭാഗങ്ങൾ മോൺസ്റ്റർ പറയുന്നതാണ്. ആ ഭാഗങ്ങൾ. അപ്പൊ അങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു അതിന്റെ സ്ട്രക്ചർ, അതായത് നമ്മൾ പറയുന്ന സ്ട്രക്ചറാണ്. സ്ട്രക്ചർ അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, എപ്പിസ്റ്റോളറി നോവലാണ്. അതായത് ഒരു ലിറ്റററി വർക്ക് അല്ലെങ്കിൽ ഒരു കഥ എന്ത് ചെയ്യാം, ഒരു ലെറ്ററിന്റെ രൂപത്തിൽ പറയാം. ഇത് അപ്പോൾ ഒരു എപ്പിസ്റ്റോളറി നോവലാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റോറിയുടെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഒരു കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥ വരികയാണ്. അപ്പൊ ഇവിടുത്തെ റോബർട്ട് വാൾട്ടന്റെ കഥയാണ്. ആ കഥയാണ് തുടക്കത്തിൽ പറയുന്നത്, ഒടുക്കത്തിലും അതന്നെയാണ്. തുടങ്ങുന്നത് റോബർട്ട് വാൾട്ടന്റെ കഥയിലൂടെയാണ് തുടങ്ങുന്നത്, അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആ കഥയ്ക്കുള്ളിൽ വരുന്ന കഥാപാത്രമാണ് ആര്? വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. അദ്ദേഹം പിന്നെ ഒരു കഥ പറയാണ്. ആ കഥയ്ക്കുള്ളിൽ വരുന്ന ആളാണ് ആര്? മോൺസ്റ്റർ. ദ നോവൽ ഈസ് ദസ് സക്സസ്ഫുൾ ഇൻ പ്രൊവൈഡിംഗ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഇൻ മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് എ പോളിഫോണിക് ടെക്സ്റ്റ്. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോവല് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്നാളുടെ കാഴ്ചപ്പാടിലൂടെ പോകുന്നുണ്ട്. അതാണ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്. ഒന്ന് റോബർട്ട് വാൾട്ടൺ, മറ്റൊന്ന് വിക്ടർ, മറ്റൊന്ന് മോൺസ്റ്റർ. അങ്ങനെ പ്രൊവൈഡിങ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഇൻ മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് പോളിഫോണിക് ടെക്സ്റ്റ്. മാത്രമല്ല അതോടൊപ്പം തന്നെ മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് എ പോളിഫോണിക് ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീക്ഷണങ്ങളുള്ള, പല കാഴ്ചപ്പാടുകളുള്ള, പല കാര്യങ്ങളുള്ള ഒരു
പല സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ടെക്സ്റ്റ്. ആ ഒരു വ്യൂ, ഒരു കാഴ്ചപ്പാടും കൂടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് പോളിഫോണിക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്നാളുടെ വ്യൂ പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു പോളിഫോണിക് ടെക്സ്റ്റ് കൂടിയാണ്. ഈച്ച് സെക്ഷൻ ഓർ നരേറ്റീവ് ഈസ് ഗിവൺ full autonomy so that each speaker narrates events from their own experiences. മാത്രമല്ല ഇവിടെ 3 സെക്ഷൻ വരുന്നുണ്ട്. 3 പേര് പറയുന്നത് ഓരോ സെക്ഷനും എന്താണ്, ഓട്ടോണമിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഇൻഡിപെൻഡന്റ് ആണ്, ഓരോന്നിനും അതിൻ്റെതായുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്പീക്കറും നരേറ്റ്സ് ഇവന്റ്സ് ഫ്രം ദെയർ ഓൺ എക്സ്പീരിയൻസസ്. ഇവിടെ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഓരോരുത്തരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട് ജഡ്ജ്ഡ് ബൈ എനി അതർ ക്യാരക്ടർ. ഒരാൾ പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെയായി, അതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ എന്ന് ഒരാളുടെ വ്യൂ പോയിന്റ്സിനെ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന സെക്ഷനെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നില്ല, മറ്റു ക്യാരക്ടേഴ്സ് ഒരിക്കലും ജഡ്ജ് ചെയ്യുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടേതും അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. അതുകൊണ്ട് ഓരോരുത്തർ പറയുന്നതും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്, നമുക്കിതിന്റെ സ്ട്രക്ചർ പറയാനുള്ളത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസ്റ്റോളറി നോവൽ എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പിസ്റ്റോളറി നോവൽ എന്ന നിലയ്ക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നിരുന്നു എപ്പിസ്റ്റോളറി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പൊ നോക്കൂ, മേരി ഷെല്ലീസ് ഫ്രാങ്കെൻസ്റ്റൈൻ, മേരി ഷെല്ലിയുടെ ഫ്രാങ്കെൻസ്റ്റൈൻ എന്ന നോവല് അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരിക്കുന്നു. ആൻഡ് എപ്പിസ്റ്റോളറി ഫോം ടു നറേറ്റ് ദ സ്റ്റോറി ഓഫ് ദ നോവൽ. അപ്പൊ ഈ നോവലിലെ സ്റ്റോറി ഒരു എപ്പിസ്റ്റോളറി ഫോമിലാണ് അല്ലെങ്കിൽ ഒരു എപ്പിസ്റ്റോളറി രീതിയിലാണ് മേരി ഷെല്ലി ഫ്രാങ്കെൻസ്റ്റൈൻ എന്ന് പറയുന്ന തന്റെ നോവലിലെ കഥ പറയുന്നത്. ആൻ എപ്പിസ്റ്റോളറി നോവൽ ഈസ് എ ലിറ്റററി വർക്ക് written in the form of letters or other communication. എപ്പിസ്റ്റോളറി നോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലിറ്റററി വർക്ക് ആയിരിക്കും. ആ ലിറ്റററി വർക്ക് എഴുതിയിരിക്കുന്നത് ഏത് രൂപത്തിലായിരിക്കാം, ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ അതർ കമ്മ്യൂണിക്കേഷൻ, മറ്റു ആശയവിനിമയ രീതി, വേറെ ഏതെങ്കിലും ഒരു ആശയവിനിമയ രീതി, ലെറ്ററിന്റെ രൂപത്തിലോ ഇമെയിലിന്റെ രൂപത്തിലോ ആശയവിനിമയ രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു നോവൽ, അതാണ് എപ്പിസ്റ്റോളറി നോവൽ. ഇനി ഇൻ ദ ബിഗിനിങ് ഓഫ് ദ നോവൽ ഫ്രാങ്കെൻസ്റ്റൈൻ, ഷെല്ലി പ്രൊവൈഡ്സ് എ സീരീസ് ഓഫ് ലെറ്റേഴ്സ് റിട്ടൺ ബൈ റോബർട്ട് ബോൾട്ടൺ ടു ഹിസ് സിസ്റ്റർ മാർഗരറ്റ് സാവില്ലെ. ഈ ലെറ്ററിന്റെ തുടക്കത്തിൽ, ഫ്രാങ്കെൻസ്റ്റൈൻ എന്ന് പറയുന്ന നോവലിന്റെ തുടക്കത്തിൽ മേരി ഷെല്ലി നമുക്ക് ഏതാനും ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ റോബർട്ട് ബോൾട്ടൺ തന്റെ സഹോദരി മാർഗരറ്റ് സേവിലേക്ക് എഴുതിയിട്ടുള്ള എ സീരീസ് ഓഫ് ലെറ്റേഴ്സ്, ഏതാനും ലെറ്റേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് ലെറ്റർ ഈസ് ഡേറ്റഡ് ഡിസംബർ 11. ഇതിലെ ഫസ്റ്റ് ലെറ്റർ എഴുതിയിട്ടുള്ളത് ഡിസംബർ 11 എഴുതിയതാണ് ഫസ്റ്റ് ലെറ്റർ. വിച്ച് ഈസ് റിട്ടൺ ഫ്രം സെന്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുമാണ് അത് എഴുതിയിട്ടുള്ളത്. This letter informs that Walton is about to begin a journey to the North Pole via sea. അതായത് കടൽ മാർഗം നോർത്ത് പോളിലേക്ക് ഒരു യാത്ര റോബർട്ട് വാൾട്ടൺ പുറപ്പെടുകയാണെന്ന് തന്റെ സഹോദരിയെ അറിയിക്കുന്നതാണ് ആ കത്ത്. This letter informs that Walton is about to begin a journey to the North Pole, നോർത്ത് പോളിലേക്ക്. അത് പോകുന്നത് വയ സി മാർഗമാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത് എന്നറിയിക്കുന്ന ഡിസംബർ 11 ഒന്നാമത്തെ കത്ത്. ഇനി രണ്ടാമത്തെ കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ ദ സെക്കൻഡ് ലെറ്റർ, രണ്ടാമത്തെ കത്ത് റിട്ടൺ ഫ്രം ആർച്ചേഞ്ചൽ, റഷ്യ. രണ്ടാമത്തെ കത്ത് റഷ്യയിലെ ആർച്ചേഞ്ചലിൽ നിന്നുമുള്ള കത്താണത്. വാൾട്ടൺ റൈറ്റ്സ് ഓഫ് ഹിസ് ഫീലിംഗ് ഓഫ് ലോൺലിനെസ്. ഈ കത്തില് വാൾട്ടൺ തന്റെ സഹോദരിയോട് പറയുന്നത് താൻ അനുഭവിക്കുന്ന ലോൺലിനെസ്, ഏകാന്തതയെ കുറിച്ചാണ്.
തനിക്ക് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? ആസ് ഹി ഈസ് ബ്രോട്ട് അപ്പ് ഇൻ എ കംഫോർട്ടബിൾ മാനർ. അതായത് ഇതുവരെ വാൾട്ടൺ വളർന്നിരിക്കുന്നത് വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള സന്തോഷകരമായ രീതിയിൽ വളർന്നത് കൊണ്ട് തന്നെ ഈ യാത്രയിൽ തനിക്ക് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെന്ന് തൻ്റെ സഹോദരിയോട് രണ്ടാമത്തെ കത്തിലൂടെ വാൾട്ടൺ അറിയിക്കുന്നു. ഇൻ ദ തേർഡ് ലെറ്റർ, മൂന്നാമത്തെ കത്തില് വാൾട്ടൺ റൈറ്റ്സ്, മൂന്നാമത്തെ കത്തിലാണ് വാൾട്ടൺ എന്തു പറയുന്നത്? ഇവിടുത്തെ കഥ പറയുന്നത്. അതായത് ദാറ്റ് so far his journey is successful. Some of the favorable situations are the better climate and loyal and committed companions. അതായത് തൻ്റെ യാത്ര ഒരു പരിധിവരെ വിജയകരമാണെങ്കിലും ഏതാനും അനുകൂലവും സന്തോഷകരവുമായിട്ടുള്ള സാഹചര്യങ്ങളും ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ദി ബെറ്റർ ക്ലൈമറ്റ്, നല്ല കാലാവസ്ഥയും അതുപോലെ തന്നെ ലോയൽ ആൻഡ് കമ്മിറ്റഡ് കമ്പാനിയൻ, തനിക്ക് വിശ്വസ്തരായിട്ടുള്ള തൻ്റെ കൂട്ടുകാരന്മാർ അല്ലേ. അതായത് ഫേവറബിൾ സിറ്റുവേഷൻസ് ആർ ബെറ്റർ ക്ലൈമറ്റ്, ദ ലോയൽ ആൻഡ് കമ്മിറ്റഡ് കമ്പാനിയൻസ്, ലോയൽ വിശ്വസ്തരായിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള കൂട്ടുകാരും ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ തൻ്റെ യാത്ര സന്തോഷകരമാണെങ്കിലും വിജയമാണെങ്കിലും except the ice sheets appearing which foreshadows impending danger. എന്നാൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഐസ് പാളികൾ നൽകുന്ന സൂചന എന്തോ അപകടം വരാനിരിക്കുന്ന ഒരു അപകടത്തെ ഫോർഷാഡോസ്, അതിൻ്റെ ഒരു മുൻസൂചന മുൻകൂട്ടി അറിയിക്കുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കമ്മിറ്റഡ് കമ്പാനിയൻസ് ഇതൊക്കെ ഉണ്ടെങ്കിലും അല്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും except the ice sheets appearing which foreshadows impending danger. അതായത് ഐസ്പാളികൾ പ്രത്യക്ഷപ്പെട്ട് കാണുന്ന ഐസ്പാളികളെ ഒരു അപകട സൂചന നൽകുന്നുണ്ടെങ്കിലും തൻ്റെ കൂടെയുള്ള തൻ്റെ നല്ല കൂട്ടാളികളും അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റും എല്ലാം ഒരു പരിധിവരെ തൻ്റെ യാത്ര സന്തോഷകരമാണെന്ന് അറിയിക്കുന്നുണ്ട് മൂന്നാമത്തെ ലെറ്ററിൽ. ഇനി ലാസ്റ്റ് ലെറ്റർ, നാലാമത്തെ ലെറ്റർ, ഇൻ ദ ഫോർത്ത് ലെറ്റർ, നാലാമത്തെ ലെറ്ററിൽ എന്താ പറയുന്നത്? വാൾട്ടൺ നരേറ്റ്സ് ആൻ ഇൻസിഡന്റ്. നാലാമത്തേതിലാണ് നമ്മൾ ആ പറയുന്ന സംഭവം നരേറ്റ് ചെയ്യുന്നത്. വെൻ ദെയർ ഷിപ്പ് കംസ് അക്രോസ് എ ഷീറ്റ് ഓഫ് ഐസ്, അവരുടെ ഷിപ്പ് ഒരു ഐസ് പാളിയെ, ഒരു ഐസ് ഷീറ്റിനെ മീറ്റ് ചെയ്യുന്നു. ഫ്രം ദർ ദേ എൻകൗണ്ടർ, അവിടെ വെച്ചിട്ടാണ് അവർ എൻകൗണ്ടർ ചെയ്യുന്നത്, അവർ കണ്ടുമുട്ടുന്നത് ഓൾഡ് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. ആരെ കണ്ടുമുട്ടുന്നത്? വയോധികനായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ഓൾഡ് ഫ്രാങ്കൻസ്റ്റൈനെ കണ്ടുമുട്ടുന്നു. ഹു അപ്പിയേഴ്സ് വെരി ടയേർഡ് ആൻഡ് സ്റ്റാർവിംഗ്. അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹം വളരെ ക്ഷീണിതനും ദുഃഖിതനുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫ്രാങ്കൻസ്റ്റൈൻ ഹു അപ്പിയേഴ്സ് വെരി ടയേർഡ് ആൻഡ് സ്റ്റാർവിംഗ്, വളരെ ടയേർഡാണ്, ക്ഷീണിതനാണ്, ആൻഡ് സ്റ്റാർവിംഗ്, പട്ടിണി കിടക്കുകയാണ് അല്ലെ, ഭക്ഷണമൊന്നും കിട്ടാതെ അല്ലെ. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഈ സമയത്ത് ദ ക്രൂ നഴ്സസ് ഹിം ആൻഡ് ഇറ്റ് ടേക്സ് 2 days ഫോർ ഹിസ് റിക്കവറി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ക്രൂ മെമ്പേഴ്സ്, കൂട്ടാളികള് അദ്ദേഹത്തെ പരിചരിക്കുകയും ഏകദേശം 2 ദിവസം എടുത്തിട്ടാണ് അദ്ദേഹം റിക്കവേർഡ് ആയതെന്ന് പറയുന്നുണ്ട്. Concluding the fourth letter, Walton informs that Victor has consented to narrate his tragic story of life the next day itself. അതായത് അടുത്ത ദിവസം തൻ്റെ ദുരന്ത കഥ, തൻ്റെ ദുഃഖകഥ, ട്രാജിക് സ്റ്റോറി തന്നോട് നരേറ്റ് ചെയ്യാമെന്ന്, തന്നോട് വിവരിക്കാമെന്ന് വിക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് കത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. Here the frame narrative of Walton comes to an end and begins the narrative of Victor Frankenstein. അപ്പോൾ ഇത്രയാണ് ഇതോടുകൂടി എന്ത് ചെയ്യാണ്? ആ കഥ അവിടെ അവസാനിക്കുകയാണ്, ആ ലെറ്റർ അവിടെ അവസാനിക്കുകയാണ്. പക്ഷെ എന്താണ് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ പറഞ്ഞത് അതവിടെ പറയുന്നില്ല, അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ അതെന്താണെന്നുള്ളത് അടുത്തതായിട്ട് വിക്ടർ പറഞ്ഞു തുടങ്ങുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 4 കത്തുകളിലൂടെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്?
റോബർട്ട് തൻ്റെ സിസ്റ്ററിനോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഇൻ ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ നോവൽ, ഈ നോവലിന്റെ തുടക്കത്തിലും അതുപോലെ തന്നെ അവസാനത്തിലും പ്ലോട്ട് ഈസ് അൺഫോൾഡഡ് ത്രൂ ദ ലെറ്റേഴ്സ് ഓഫ് റോബർട്ട് വാൾട്ടൺ ടു ഹിസ് സിസ്റ്റർ. അതായത് ഈ നോവലിന്റെ പ്ലോട്ട്, ഈ നോവലിന്റെ കഥ അല്ലെങ്കിൽ ഇതിവൃത്തം അൺഫോൾഡ് ചെയ്യുന്നത്, തുറന്നു കാട്ടുന്നത് റോബർട്ട് തൻ്റെ കത്തുകൾ, റോബർട്ട് തൻ്റെ സഹോദരിക്ക് എഴുതുന്ന കത്തുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോവൽ വരുന്ന കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു നോവല്, ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പിസ്റ്റോളറി നോവലാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള 3 ക്വസ്റ്റ്യൻസ്. അപ്പം മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 ചോദ്യങ്ങളാണ്. ഇപ്പൊ എസ് എ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു അനാലിസിസ്, അപ്പൊ എസ് എ വന്നു കഴിഞ്ഞാൽ അത് എഴുതാം. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിലും 2 മാർക്സിന് ചോദിക്കുകയാണെങ്കിലും വളരെ സാധ്യതയുള്ള 3 ക്വസ്റ്റ്യൻസ്. ഒന്നാമതായിട്ട് ഡിസ്കസ് ചെയ്തത് ഗോത്തിക് നോവൽ. അപ്പൊ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, സ്ട്രക്ചർ, അതുപോലെ തന്നെ എപ്പിസ്റ്റോളറി നോവൽ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യണം, അവസാനം വരെ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ചില പ്രത്യേക ചാപ്റ്റേഴ്സോ ചില പോർഷൻസോ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലാസ്സിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാം, അത് കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാനത് പരിഗണിക്കും. ആ ക്ലാസ് അധികം വൈകാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.